നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2025 ഓഗസ്റ്റ് 30 ശനിയാഴ്ച. ഇന്ന് ശത്രുക്കളിൽ നിന്ന് ഉപദ്രവങ്ങൾ, അപ്രതീക്ഷിതമായ ഭാഗ്യഹാനിയും അലച്ചിലും എല്ലാം ഉണ്ടാകുന്ന നക്ഷത്രക്കാരുണ്ട്. അതുപോലെ തന്നെ ചില നക്ഷത്രക്കാർക്ക് സാമ്പത്തിക നേട്ടം, തൊഴിൽ ലാഭം, മെച്ചപ്പെട്ട ആരോഗ്യം എല്ലാം ഉണ്ടാകുന്നുണ്ട്. ഏതെല്ലാം നാളുകാർക്കാണ് എന്തെല്ലാം ഗുണങ്ങളുള്ളത്, ദോഷങ്ങളുള്ളത് എന്ന് നമുക്ക് നോക്കാം. എഴുതി അയച്ചു തന്നത് ജയറാണി EV. മേഡം രാശി അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം. ഈ രാശിക്കാർ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. കൊളസ്ട്രോൾ, രക്തസമ്മർദ്ദം, ഉദരസംബന്ധമായ അസുഖങ്ങൾ എന്നിവ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഇതുകൂടാതെ ജീവിത പങ്കാളിക്കോ മക്കൾക്കോ അസുഖങ്ങൾ വരാനും സാധ്യതയുണ്ട്. വാഹനം ഉപയോഗിക്കുമ്പോൾ അതീവ ജാഗ്രത പാലിക്കുന്നത് ഉചിതമായിരിക്കും. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം. ഈ ദിവസം സാമ്പത്തികമായി വളരെ അനുകൂലമായിരിക്കും. മനസ്സിന് സന്തോഷം നൽകുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. അന്യരിൽ നിന്ന് അപ്രതീക്ഷിതമായി ചില സഹായങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. നിയമപരമായ കാര്യങ്ങളിൽ വിജയം നേടാനും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനും ഇതുവഴി സാധിക്കും. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. സാമ്പത്തിക കാര്യങ്ങളിൽ വലിയ പുരോഗതി ഉണ്ടാകും. ആരോഗ്യപരമായ കാര്യങ്ങളിൽ നിന്ന് മുക്തി നേടി ശരീര സൗന്ദര്യവും ഊർജ്ജസ്വലതയും വർദ്ധിക്കും. പുതിയ വീടോ മറ്റ് ആഡംബര വസ്തുക്കളോ വാങ്ങാൻ അവസരങ്ങൾ ലഭിച്ചേക്കാം. ആടയാഭരണങ്ങൾ പോലുള്ള അലങ്കാര വസ്തുക്കൾ നേടാനും സാധ്യതയുണ്ട്. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. യാത്രകൾ, സാമ്പത്തിക ഇടപാടുകൾ എന്നിവയിൽ ശ്രദ്ധിക്കേണ്ട ദിവസം. ഭാഗ്യഹാനിയും അലച്ചിലും പണനഷ്ടവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനാൽ കഴിയുന്നത്രയും യാത്രകൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യുന്നത് നഷ്ടങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. ദാമ്പത്യ, കുടുംബ, തൊഴിൽപരമായ കാര്യങ്ങളിൽ ശ്രദ്ധയും ജാഗ്രതയും അത്യാവശ്യമാണ്. ജീവിത പങ്കാളിയുമായി തെറ്റിദ്ധാരണകൾ ഉണ്ടാകാനും അത് ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും സാധ്യതയുണ്ട്. പരസ്പര വിശ്വാസത്തിലൂടെയും തുറന്ന സംഭാഷണങ്ങളിലൂടെയും ഇത്തരം പ്രതിസന്ധികളെ മറികടക്കാൻ സാധിക്കും. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. പുതിയൊരു ജോലിയിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. താല്പര്യമുള്ള മേഖലയിൽ ലഭിക്കുന്ന അവസരമാണെങ്കിൽ അതൊരു മികച്ച നേട്ടമായി മാറും. ചെറിയ സാമ്പത്തികമായ നേട്ടങ്ങളും ഈ ദിവസം പ്രതീക്ഷിക്കാം. ഇത് ഭാവിയിലേക്ക് മികച്ച അടിത്തറ നൽകുന്ന ഒരു ദിവസമായിരിക്കും. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. കണ്ണുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകളോ അണുബാധയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം കണ്ടുപിടിക്കാനാകാത്ത തലവേദന പോലെയുള്ള ശിരോരോഗങ്ങളും ബുദ്ധിമുട്ടിച്ചേക്കാം. നിസ്സാര കാര്യങ്ങളുടെ പേരിൽ കുടുംബാംഗങ്ങളുമായി തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ ശ്രമിക്കുക. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. തൊഴിൽ മേഖലയിൽ വിജയം നേടാൻ സാധിക്കും. അപ്രതീക്ഷിതമായി സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാം. രുചികരമായ ഭക്ഷണം കഴിക്കാനും യാത്രകളിലൂടെ ഗുണാനുഭവങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. സഹോദരങ്ങളിൽ നിന്നും അടുത്ത സുഹൃത്തുക്കളിൽ നിന്നും മികച്ച പിന്തുണ ലഭിക്കും. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. അപ്രതീക്ഷിത ഭാഗ്യഹാനിയും അലച്ചിലും ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസമാണ്. ധനപരമായ ഇടപാടുകളിൽ അതീവ ശ്രദ്ധ പുലർത്തണം. അനാവശ്യമായ യാത്രകളും ചെലവുകളും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. വഞ്ചനയിൽ വീഴാൻ സാധ്യതയുള്ളതിനാൽ എല്ലാ കാര്യങ്ങളിലും ജാഗ്രത പുലർത്തുക. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. ഈ ദിവസം നല്ല സൗഹൃദങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ഗുണകരമായ അനുഭവങ്ങൾ ഉണ്ടാകും. സാമ്പത്തിക പുരോഗതിയും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും നിലനിൽക്കും. ബന്ധുക്കളുമായി ഒത്തുചേരാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരൊരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. കുടുംബാംഗങ്ങളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും അനുകൂലമായ അനുഭവങ്ങൾ ഉണ്ടാകും. സാമ്പത്തികമായ നേട്ടങ്ങൾ ഈ ദിവസം പ്രതീക്ഷിക്കാം. കുടുംബത്തിലോ അടുത്ത ബന്ധുക്കൾക്കിടയിലോ വിവാഹത്തിന് സാധ്യതയുണ്ട്. ജീവിത പങ്കാളിയും മക്കളുമായി ഐക്യത്തോടെ കഴിയാൻ സാധിക്കും. മീനം രാശി പൂരൊരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. ശത്രുക്കളിൽ നിന്ന് ഉപദ്രവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതുകൂടാതെ നിയമപരമായ കാര്യങ്ങളിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നേക്കാം. മറ്റുള്ളവരെ സഹായിക്കാൻ താല്പര്യം കാണിക്കുമെങ്കിലും അത് തിക്താനുഭവങ്ങളിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും ബന്ധപ്പെടുക. ജയറാണി EV.